പക്ഷേ ആ MT അബ്ബാസ് സുഖല്ല? ആ സുഖാടാ. അല്ല എനിക്ക് അർജന്റായിട്ട് ടൗണിലേക്ക് ഒന്ന് പോണം. ഞാനേ നിന്നെ വൈകിട്ട് വിളിക്കണ്ടേ കേട്ടാ? എന്നാ ശരിടാ, ഞാന് വൈകിട്ട് വന്നിട്ട് വിളിക്കട്ടാ. പക്ഷേ ടൗണിൽ ബസ് പോയോ? ബസ് ഇപ്പൊ ഒന്ന് വരാണ്ട് തോന്നുന്നു. ഞാനിപ്പോ ടൗണിൽ പോകാൻ കാത്തിക്കാനാണ്. അല്ല കുട്ടിയെ, ഇജിപ്പോ എന്താ ചുണ്ടിന്റെ അടിയിൽ വെച്ചത്? അത് മാഷേ ഒന്നുമില്ല. അല്ല, ഇജ്ജ് ചുണ്ടിന്റെ അടിയിൽ വെച്ചത് ഞാൻ കണ്ടല്ല. അതിപ്പോ അങ്ങനെ കണ്ട പിന്നെ ഞാൻ കാണാതെ. ഇതൊക്കെ എത്ര മാരകാണെന്ന് അറിയോ? എന്ത് മാരകം? ഇതിപ്പോ എല്ലാരും വെക്കലുണ്ട്. നിങ്ങളെ കാലത്ത് മുറുക്കാൻ നിന്നില്ലേ മാഷേ? അത് ശരിയാണ്, ഇപ്പൊ എല്ലാരും വെക്കലുണ്ട്. പഴയ കാലത്തെ മുറുക്കാനും തിന്നീന്ന് പോലെ കൂട്ടി. പക്ഷെ അന്നൊന്നും ഇതിന്റെ മാരക ദോഷഫലങ്ങൾ മനസ്സിലാക്കാനുള്ള വഴികളില്ലായിരുന്നു. ആരും പറഞ്ഞു തരാനുമില്ല. ഇന്ന് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും പത്രത്തിലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളിപ്പോ ഞാൻ ബാക്കിൽ പോകണമെന്നില്ല പാലൊക്കെ ഉണ്ടാവശ്യം മാഷേ. ഇതിപ്പോ സർവ്വസാധാരണ നാട്ടില് എല്ലാരും വെക്കുന്നുണ്ട്. അല്ല കുട്ടിയെ, ഇജിങ്ങനെ തപ്പണ് കണ്ടപ്പോ നോക്കിയതാണ്. ഇജിന്റെ മോനെ പോലല്ലേ, അങ്ങനെ വിചാരിച്ച് പറഞ്ഞതാണ്. മാഷേ, ഓവറായിട്ടുള്ള ഉപദേശം ഒന്നും വേണ്ട കേട്ടോ. നിങ്ങളെ കുടുംബത്തിൽ ആദ്യം പോയി നന്നാക്കി. അവിടെ എത്ര ആൾക്കാർ വെക്കേണ്ടത് എന്നിട്ട് മതി. ഞാൻ ബാക്കിൽ പോയിട്ട് വെച്ചോണ്ടല്ലേ നിങ്ങൾ കണ്ടത്? മതി. എന്താ ഇപ്പത്തെ കുട്ടികളോടൊന്നും ഉപദേശിച്ചൊരു കാര്യമില്ല. മാഷേ, അല്ല ആ ഖാദറിന്റെ മോനെ അയ്യൂബല്ല? ആ കുട്ടി കുറച്ച് ദിവസം പറഞ്ഞല്ല, എവിടെയായിരുന്നു മാഷേ? നിങ്ങൾ അറിഞ്ഞില്ലേ, അവന് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു. ഓൻ തിരുവനന്തപുരത്ത് ആസ്പത്രിയിലായിരുന്നു. അയ്യൂബേ? എന്തുണ്ടായി? ആസ്പത്രിയിലാണെന്ന് പറഞ്ഞിട്ട്. മാഷേ, എന്റെ സംസാരത്തിന് എന്താ അങ്ങനെ? മാഷേ, അത് മാഷേ, എന്താ എനിക്ക് പറ്റിയത്? മാഷ് ഇന്ന് ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. എന്റെ കുടുംബവും കൂട്ടുകാരൊക്കെ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. നിങ്ങളാ പറഞ്ഞ സാധനം വെക്കരുത്. ആരും ഉപദേശം കേട്ടില്ല. അവരൊക്കെ എതിർത്തോടെ ഞാൻ ഈ സാധനം വെക്കാന്നാണ്. ചുണ്ടിന് ആദ്യം ഒരു മരവിപ്പാണ്. കാണിച്ചപ്പോ കുഴപ്പമില്ലാന്നാണ്. വൈറ്റമിന്റെ കുറവാണ്. ആശിഷിക്കുന്നു.